രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോച്ചിംഗ് സെൻ്ററുകളിലും വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾ തടയുന്നതിന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. മാനസികാരോഗ്യത്തിനുള്ള അവകാശം ജീവിക്കാനും അന്തസ്സിനുമുള്ള മൗലികാവകാശത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് വ്യക്തമാക്കി ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഭരണഘടന അനുച്ഛേദം 141 പ്രകാരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. മാനസിക ക്ഷേമം ജീവിക്കാനുള്ള അവകാശത്തിൽ നിന്ന് വേർതിരിക്കാനാകാത്തതാണ്. കിടമത്സരത്തോടെയുള്ള റാങ്കിങ്ങും പല സംസ്കാരവും വളർത്തുന്നതിന് കോച്ചിംഗ് സെൻ്ററുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബെഞ്ച് വിമർശിക്കുകയും ചെയ്തിരുന്നു. ഓരോ വർഷവും രാജ്യത്തുടനീളമുള്ള വിവിധ ക്യാമ്പസുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും സാമൂഹിക മാനസികാവസ്ഥയിലും അടിസ്ഥാനപരമായി എന്തോ തകരാറ് സംഭവിച്ചുവെന്നതിൻ്റെ ലക്ഷണങ്ങളാണിത്. വളർന്നുവരുന്ന ഈ ദുരന്തം തിരിച്ചറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഓരോ മേഖലയിലും നടപ്പാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നതോ ഭാരപ്പെടുത്തുന്നതോ ആകരുത്. അതിന് സിലബസുകളും ക്യാമ്പസുകളും പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഗ്രേഡുകളോ റാങ്കിങ്ങുകളോ അല്ല. പ്രത്യുത അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും ജീവിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ്റെ സമഗ്രമായ വളർച്ചയാണെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്. മത്സര പരീക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികളെ നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിന് വിധേയരാക്കുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഒരു വലയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ഇക്കാര്യത്തെ സൂചിപ്പിച്ച് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇത്തരം പരീക്ഷകളിലൂടെ ജീവിതം പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയായി മാറുന്നു. പരാജയത്തെ വളർച്ചയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് വിനാശകരമായ അന്ത്യമായിട്ടാണ് ഇവർ കാണുന്നതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കേവലം മത്സര പരീക്ഷകളിൽ ഒതുങ്ങുന്നില്ല വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം എന്നതാണ് ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യം. രാജ്യത്തെ ഉന്നത കലാലയങ്ങളിലെ ജാതി മേൽക്കോയ്മ മുതൽ അധ്യാപകരുടെ അനാവശ്യ പിടിവാശികൾ വരെ വിദ്യാർത്ഥികളെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. അതിനാൽ അക്കാദമിക സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച സമഗ്രമായ ഒരു പഠനം ആവശ്യമാണ്. വിദ്യാഭ്യാസം എളുപ്പമാക്കുക എന്നതല്ല ഇതുകൊണ്ടുള്ള ലക്ഷ്യം, മറിച്ച് അത് ആരോഗ്യകരമാക്കുക എന്നതാണ്.